നിലമ്പൂരിൽ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നമുക്കൊപ്പം പലതരത്തിലുള്ള വിഷയങ്ങൾ മാറി മറിഞ്ഞു നിൽക്കുകയാണ്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രതീക്ഷ എന്താ മാറി മറിഞ്ഞു നിൽക്കുന്നത്? പല പല വിഷയങ്ങൾ വന്നു. ആ വിഷയങ്ങൾ എല്ലാം കൂടെ കഴിഞ്ഞ് ഇപ്പോഴൊരു ആകത്തുകയിൽ പ്രചാരണം എത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ പ്രചരണത്തിൽ വളരെയധികം മുന്നോട്ട് പോയി. ഞങ്ങൾ പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കുറേ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. പിന്നെ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് കുറേ കൂടി മുന്നേറി വളരെ നേരത്തെ പോയി. ബാക്കി LDFിനൊന്നും ഞങ്ങളുടെ കൂടെ ഓടിയെത്താൻ കഴിയുന്നില്ല. കിതച്ച് നിൽക്കുന്ന ഒരവസ്ഥയെ കാണുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ പോയാൽ അറിയാൻ പറ്റും, ഫീൽഡിൽ നിന്ന് ഒരു കാലത്തുമില്ലാത്ത UDFിനൊരു വലിയ സപ്പോർട്ട്. അതിന് പ്രധാന രണ്ട് കാരണം ഞാൻ കാണുന്നത്, ഒന്ന് ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതാവസ്ഥ, രണ്ട് കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണിക്കൽ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വലിയ ഒരു നിഷ്പക്ഷമായ വോട്ടുകളും അല്ലാത്ത വോട്ടുകളൊക്കെ UDF കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നു. അതിന് പുറമെ നിഷ്പക്ഷമായ വോട്ടുകളും LDF വോട്ടുകൾ വരെ നമുക്ക് കിട്ടാവുന്ന ഒരവസ്ഥാവിശേഷം. ഏറ്റവും അവസാനം ഈ ജനകീയ വിഷയങ്ങളിൽ നിന്ന് മാറി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള വിഷയത്തിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലേ, അല്ലാതെ എന്ത് വിഷയം? നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് കാട്ടുമൃഗശല്യം. ഇന്നലെയും നിങ്ങൾ കണ്ടില്ലേ, പാതാറിൽ രാവിലെ പിന്നെ പട്ടാപ്പകല് അയൽവക്കത്തെ പൂച്ച വരുന്നത് പോലെയാണ് പുലിയും കടുവയൊക്കെ വീട്ടിലേക്ക് വരുന്നത്. പട്ടാപ്പകല് മെയിൻ റോഡിൽ ആടുകൾ നടക്കുന്ന പോലെ കാട്ടാനിറങ്ങി നടക്കുക. ഇതൊക്കെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, കുറേ വന്യമൃഗശല്യമൊക്കെ. പക്ഷേ അന്നതിന് പരിഹാരം ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. കേൾക്കാനും പറയാനും പരാതി പറഞ്ഞാൽ പോലും ആളില്ലാത്തൊരവസ്ഥാവിശേഷം. നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, ഇന്ന് നിലമ്പൂർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ, ഇതൊക്കെയാണ് നിലമ്പൂരിലെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഈ പിന്നെ വാർത്തയ്ക്ക് വേണ്ടി ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും നിലമ്പൂർ ചർച്ചയല്ല. ഈ ന്യൂനപക്ഷ വോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരം പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം UDF സ്ഥാനാർത്ഥി പറയുന്നത് ജനകീയ വിഷയങ്ങൾ തന്നെയാണ് പ്രചാരണത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. ഏറ്റവും ജനകീയ നിലമ്പൂർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ, കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ കബളിപ്പിക്കപ്പെട്ടിരിക്കുക, വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുക, അവഗണിക്കപ്പെട്ടിരിക്കുക. അതുതന്നെയാണ് നിലമ്പൂർ ചർച്ച ചെയ്യുന്നത്. പിന്നെ കാട്ടുമൃഗശല്യം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ, 2019 പ്രളയത്തിൽ പിന്നെ കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകൾ, ഇപ്പോഴും അത് പുനരധിവാസം നടക്കാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഈ ആശമാരുടെ സമരം ഇങ്ങോട്ട് നിലമ്പൂരിൽ ആശമാരുടെ സമരം നടക്കുകയാണ്. അത് രാഷ്ട്രീയപരമായിട്ട് UDF നടത്തുന്ന സമരമാണ്, യഥാർത്ഥത്തിൽ ആശമാരല്ല അത് എന്നാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ പറഞ്ഞത്. കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഈ നിങ്ങളിവിടെ കയറി ആശമാരോടൊന്ന് ചോദിക്കുക, എന്നോട് ചോദിക്കുന്നതിനേക്കാളും LDFനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനയിലെ ആശമാരോട് ചോദിക്കുക. അവർ പറയും ഈ സമരത്തെ ഞങ്ങൾ മനസ്സുകൊണ്ട് പിന്തുണക്കുന്നു എന്ന് പറയും. ഒറ്റ കാര്യം കൂടെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് വെൽഫെയർ വിഷയത്തിൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിന്റെ ഒരു പൈതൃകം, എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. സംഘടന എന്നല്ല, ഇവിടെ എൻ്റെ പിതാവ് കാണിച്ചു കൊടുത്തതും അത് തന്നെയാണ്. ഇവിടെ എന്താ വെച്ചാൽ നിലമ്പൂര് എല്ലാ വിഭാഗം ജനങ്ങളും ഒരു പൊതു പ്രശ്നത്തിന് ഒരുമിച്ച് നിൽക്കുന്ന, ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിൽ മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ മീഡിയ ശ്രമിച്ചാലും വേറെ ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിലെ ജനത അവർ ഒരു വിഭാഗീയതയിൽ വിശ്വസിക്കാത്തവരാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു പൊതു പ്രശ്നത്തിന് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ഓക്കെ.